ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2025 ജോഗ്രഫി ഭാഗത്ത് PSC ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പരിചയപ്പെടാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം എപ്പോഴും PSC പരീക്ഷയിൽ പ്രീവിയസ് ചോദ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാ നോക്കിക്കോ. ഫസ്റ്റ് ചോദ്യം ഇതാണ്. K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷനായിട്ട് ഹിമാലയം, കാരക്കോറം, ആരവല്ലി, അതേപോലെ തന്നെ ആൽപ്സ്. നിങ്ങൾക്കറിയാം മൗണ്ട് K2 എന്ന് പറയുന്ന പർവ്വതനിരയെക്കുറിച്ചാണ് അല്ലെങ്കിൽ കൊടുമുടിയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട കാര്യം അത് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ആ ഹിമാലയത്തിൽ തന്നെ ഇന്ത്യയുടെ വടക്കു ഭാഗത്തായിട്ട് കാരക്കോറം എന്ന് പറയുന്ന ആ പ്രദേശമുണ്ട്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ജമ്മു കാശ്മീർ, ലഡാക്ക് ഭാഗത്തായിട്ട് ഇതാ ഈ ഭാഗം ഇന്ത്യയുടെ വടക്ക് ഭാഗം അല്ല, ആ ഭാഗത്തായിട്ടാണ് കാരക്കോറം മലനിരയുള്ളത്. ഇതാ ഈ ഭാഗത്തായിട്ട് കാരക്കോറം എന്ന് പറയുന്ന ഒരു മലനിരയുണ്ട്. ആ കാരക്കോറം മലനിരയുടെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് K2 എന്നുള്ള രീതിയിൽ തന്നെ കിട്ടാൻ കാരണം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് K2 എന്ന് മനസ്സിലാക്കി വെച്ചോളണം. അത് കാരക്കോറത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെച്ചോളണം ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പടിഞ്ഞാറേ അറ്റം തന്നെയാണ് ഈ കാരക്കോറം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കറക്റ്റ് ആൻസറായിട്ട് കാര്യം മനസ്സിലാക്കി വെച്ചോളാം, കാരക്കോറം. കിട്ടിയോ? അതേപോലെ തന്നെ മനസ്സിലാക്കി വെച്ചോളണം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരക്കോറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മൗണ്ട് K2 ആണ്. അതേപോലെ തന്നെ ഈ കൊടുമുടി കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അതുകൊണ്ട് തന്നെ ഈ കൊടുമുടിയുടെ പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നുകൂടെ വിളിക്കുന്നുണ്ട്. കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദികളാണ്. അതായത് ഇന്ത്യയിലെ നദീ വ്യവസ്ഥയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം അല്ലേ? ഉപദ്വീപീയ നദികളെന്നും അതേപോലെ ഹിമാലയൻ നദികളും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാ? ഉപദ്വീപീയ നദികളെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നെങ്കിൽ അത് ഗംഗയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ എന്താ? ഉപദ്വീപീയ നദികളുടെ ലിസ്റ്റ് അവിടെ കാണാൻ പറ്റുന്നത് അല്ല. അതിൽ കൃഷ്ണയുണ്ട്, ഗോദാവരി ഉണ്ട്, കാവേരി ഉണ്ട്, മഹാനദിയുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ഈ നദിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് എന്ന രീതിയിൽ നിങ്ങൾ പരിചയപ്പെട്ടോളാം. ജസ്റ്റ് അതിൻ്റെ ലെങ്ത്തിലൂടെ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ആ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ ഗോദാവരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ. അതായത് 1465 കിലോമീറ്ററാണ് ഏതിൻ്റെ ലെങ്ത്ത്? ഗോദാവരിയുടെ ലെങ്ത്ത്. ഓക്കെ, പക്ഷേ അതിനുശേഷം മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് കൃഷ്ണ എന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതിൻ്റെ ലെങ്ത് ആണെങ്കിൽ 1400 കിലോമീറ്റർ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏത്? കൃഷ്ണ. അതേപോലെ തന്നെ ഉപദ്വീപ നദികളിൽ രണ്ട് നദീവ്യവസ്ഥകളുണ്ട്. അത് കിഴക്കോട്ട് ഒഴുകുന്നവ, പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്ന രീതിയിലൊക്കെ പറയാം അല്ല. അപ്പോൾ അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന രണ്ട് നദികളാണ് ഈ രണ്ട് നദികൾ. ഒരു പക്ഷേ അങ്ങനെയും ചോദിക്കാം. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് ആൻസർ? ഗോദാവരി. രണ്ടാം സ്ഥാനത്തുള്ള ഏതാണ്? കൃഷ്ണയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത രണ്ട് നദികൾ മഹാനദി 857 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, കാവേരിൻ്റെ ലെങ്ത് ആണെങ്കിൽ 800 കിലോമീറ്റർ അല്ലെങ്കിൽ 805 കിലോമീറ്റർ. അതിലേതെങ്കിലും ഒന്ന് ആൻസറായിട്ട് പരിഗണിക്കുകയുള്ളൂ. എന്തിനായാലും ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണെന്ന് മനസ്സിലാക്കണം. ഗോദാവരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. ലെങ്ത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത ഭാഗം, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപ്പാദന കേന്ദ്രം ഏത്? അതായത് ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതെന്ന്. ഓപ്ഷനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ഇതാ ദിഗ്ബോയ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ബോംബെ ഹൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. ദിഗ്ബോയ്ക്കും ബോംബെ ഹൈക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. ബാക്കിയുള്ളതൊക്കെ എണ്ണഖനികളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകൾ പരിചയപ്പെടാം. നമുക്കിപ്പം പരിചയപ്പെടാനുള്ള രണ്ട് ഓപ്ഷൻസ് ദിഗ്ബോയ് ആണോ ബോംബെ ഹൈ ആണോ എന്നുള്ള രീതിയിൽ ഡൗട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോംബെ ഹൈ ആണ്, അല്ലെങ്കിൽ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ
ഏറ്റവും വലിയ പെട്രോളിയം ഖനി അല്ലെങ്കിൽ പെട്രോളിയം പാടം എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ബോംബെ ഹൈ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം, അത് മഹാരാഷ്ട്രയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്, മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഞാനിവിടെ ദിഗ്ബോയ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. ദിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത് ആസമിലാണ്. ആസമിലെ ഈ പെട്രോളിയം ഖനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തെടുത്ത സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനി ചോദിച്ചു കഴിഞ്ഞാൽ ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇത് ബോംബെ ഹൈ അല്ലെങ്കിൽ മുംബൈ ഹൈ. കിട്ടിയല്ലോ. അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. നമുക്ക് എപ്പോഴും PSC ചോദ്യം ചോദിക്കുന്ന സമയത്ത് 2 ഓപ്ഷനിലാണ് കൺഫ്യൂഷൻ വരിക. ആ 2 ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതാ, കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ്? ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിലെ 2 കാലാവസ്ഥകൾ, അതിൽ മൺസൂൺ കാലഘട്ടത്തിൽ ഇടവപ്പാതിയുണ്ട്, അതേപോലെ തന്നെ തുലാവർഷമുണ്ട് അല്ലേ. അങ്ങനെ 2 കാലഘട്ടങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലാക്കി വെച്ചോളണം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണോ വടക്കിഴക്കൻ മൺസൂണാണോ എന്ന രീതിയിലാണ് നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, സിമ്പിളായിട്ട് ഞാനൊരു ചിത്രം നിങ്ങൾക്ക് വരച്ചു തരാം. അതിനകത്ത് കാര്യം നിങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കി എടുക്കാൻ പറ്റും. ഇതാ, ഈ രീതിയിൽ ഇന്ത്യ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റെന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ. നേരെ തിരിച്ച് മൺസൂൺ ഇങ്ങോട്ടേക്ക് അടിക്കുന്നു. ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് വടക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൺസൂൺ വരുന്നു. ആ മൺസൂൺ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഏത് ദിക്കുന്നാണോ ആ കാറ്റ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. തെക്ക് പടിഞ്ഞാറന്ന് പോകുന്നതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കുന്ന് വരുന്നതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയിൽ ആദ്യമായി മഴ എത്തിക്കുന്നത്, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ മഴ എത്തിക്കുന്നത് ഒരു ജൂൺ മാസത്തോടെയാണ്. ആ ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ അനുഭവപ്പെടുന്ന മാസം കാലാവസ്ഥ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ജൂൺ മാസത്തോടെ ഏകദേശം ഇടവത്തിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ജൂൺ ആദ്യ വാരത്തിലായിരിക്കും ഇടവത്തിൻ്റെ പാതി. ആ സമയത്ത് ലഭിക്കുന്ന മഴയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇടവപ്പാതി. ഇടവപ്പാതി. ഓക്കെ, അതിനുശേഷം അതായത് ജൂൺ ടു സെപ്റ്റംബർ മാസം കഴിഞ്ഞ് അതിനുശേഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ആ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന ആ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഏകദേശം ഓണമൊക്കെ കഴിഞ്ഞിട്ട് ചിങ്ങം കന്നി തുലാം, ആ തുലാം മാസത്തോടെ നമുക്ക് അനുഭവപ്പെടുന്ന ആ കാലാവസ്ഥ. അങ്ങനെയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തുലാവർഷം എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം കണക്ട് ചെയ്താൽ മതി. മഴ ലഭിക്കുന്നത് അത് ചിങ്ങത്തിന് ശേഷമാണെങ്കിൽ, ഓണത്തിന് ശേഷമാണെങ്കിൽ അതിന് തുലാവർഷം. ഓക്കെ, അതിന് മുമ്പ് ലഭിക്കുന്നതാണെങ്കിൽ ഇടവപ്പാതി. അപ്പോൾ ഏകദേശം ഓണം ഉണ്ടാകുന്ന മാസം ഏതാ? അതൊരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണല്ലോ ഏകദേശം ഓണം ഉണ്ടാവുക. അപ്പോൾ ഓണത്തിന് മുമ്പാണെങ്കിൽ അതിൻ്റെ പേര് ഇടവപ്പാതി. അതിൻ്റെ പേരാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. ഇടവപ്പാതിയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. മറ്റൊരു പേരാണ് കാലവർഷം എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ കാലവർഷം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്, ഇടവപ്പാതി, ഇതൊക്കെ സെയിം ആണ്. അടുത്ത കാര്യം എന്താ? വടക്ക് കിഴക്കൻ മൺസൂണ്. അത് ചിങ്ങത്തിന് ശേഷം, ചിങ്ങം കന്നി തുലാമാസം. ഓക്കെ, ആ തുലാമാസത്തിൽ അനുഭവപ്പെടുന്ന മഴയുടെ പേരാണ് എന്ത്? തുലാവർഷം എന്നറിയപ്പെടുന്നു. അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ കേരളത്തിലെ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ? വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിലെ തുലാവർഷം എന്നറിയപ്പെടുന്നത്. മറക്കില്ലല്ലോ. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ പോയിന്റും എന്തുകൊണ്ട് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാ ക്വസ്റ്റ്യൻ ഇതാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത്? ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത്? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ചോദ്യത്തിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കൺസെപ്റ്റ് തന്നെ ആൻസർ ആയിട്ട് ഏത് വരും? ആൻസർ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായിട്ട് PSC ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പരീക്ഷയിലും ഇത് തന്നെ ആവർത്തിക്കാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ ഒന്നും വിട്ടുപോകാതെ കൺസെപ്റ്റ് അടക്കം മനസ്സിലേക്ക് കൊണ്ടുവന്നോളാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഗംഗാ നദീ സംരക്ഷണ പദ്ധതിയുടെ പേര് എന്താണ്? ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ, നമാമി ഗംഗ, സ്വച്ഛ് ഭാരത്, ജൽ ജീവൻ മിഷൻ, നദീശുദ്ധി. ഓക്കെ, ഇതിൽ അധികം ബുദ്ധിമുട്ടിച്ച ചോദ്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിൽ മാത്രം മാർക്ക് പോകുന്നൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗംഗ ശുചീകരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് 2 പദ്ധതികളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് 2014 വന്ന പദ്ധതി, അതാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. ഓക്കെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നുള്ള പദ്ധതിയാണ് നമാമി ഗംഗ എന്നുള്ള പദ്ധതി. അതിന് മുമ്പ് 1986 രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. 2 പദ്ധതിൻ്റെ വർഷങ്ങൾ പഠിച്ചു വെച്ചോളണം, സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അപ്പം നമാമി ഗംഗ 2014, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 1986 കാലഘട്ടത്തിൽ ഗംഗ ആക്ഷൻ പ്ലാൻ. 2 പദ്ധതി മനസ്സിലായല്ലോ. ഈ 2 പദ്ധതികളാണ് ഗംഗാ നദീജല സംരക്ഷണ കരാറ്. ഓക്കെ, എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെ താപനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 പാളികളായിട്ട് തരംതിരിക്കാം. ഓക്കെ, അതിൽ ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ, അതിനുശേഷമുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ, അതിനുശേഷമുള്ള പാളിയാണ് മിസോസ്ഫിയർ, അതിനുശേഷമുള്ള പാളിയാണ് തെർമോസ്ഫിയർ. ഇങ്ങനെ താപനിലയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ നമുക്ക് 4ആയി തരംതിരിക്കാം. ഓക്കെ, ആ 4 എണ്ണത്തിൽ ഏത് ഭാഗത്താണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ചോദ്യം ഇതാണ്, ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോക്കുക നിങ്ങൾ, അതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതാ ഈ ഭാഗത്തായിട്ടാണ് ഓസോൺ തന്മാത്രകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഓസോൺ തന്മാത്ര ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എവിടെ കാണപ്പെടുന്നു? സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നു. ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് വികിരണങ്ങളെ വരാതെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ രക്ഷാ കവചം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് ഓസോൺ പാളി. കാണപ്പെടുന്ന ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യം, വിട്ടുകളയരുത്. അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, GIS എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? GIS. ഓക്കെ, അതായത് വിദൂര സംവേദനം എന്നുള്ള ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ഫുൾ ഫോമാണ് GIS. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്. ഓപ്ഷൻ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഏകദേശം ഒരേപോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ഇതാ ഓപ്ഷൻ ബി ആണ് ആൻസർ, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതായത് ഭൂവിവര വ്യവസ്ഥ എന്ന രീതിയിലുള്ള ആ സംഭവത്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് എന്ത്? ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് മാപ്പുകൾ, അതേപോലെ തന്നെ ആകാശ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് കമ്പ്യൂട്ടർ അത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു രേഖയായിട്ട് നമുക്ക് തിരിച്ചു വരുന്ന ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത, കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് GIS എന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ആ GIS എന്നുള്ള ഇതിൻ്റെ ഫുൾ ഫോം സ്ഥിരമായിട്ട് PSC ആവർത്തിക്കുന്നതാണ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട്, റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു GISനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വിദൂര സംവേദനമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം എന്ന രീതിയിലാണ്. ഓക്കെ, അതായത് നമുക്ക് GIS എന്നുള്ള ടോപ്പിക്ക് വിദൂര സംവേദനത്തിൽ പഠിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് പഠിക്കേണ്ട കാര്യമാണ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ മലയാളം ടേമാണ് വിദൂര സംവേദനം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ GPS നമുക്ക് അതിൽ പഠിക്കാനുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ടോപ്പിക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇവയെല്ലാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ് GPS എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതായത് അമേരിക്കയുടെ ഒരു ഗതി നിർണയ സംവിധാന ആണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക, GPS. അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? GPS. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് IRNSS.
ഓക്കെ, IRNSS സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ 3 പദങ്ങളുടെയും ഫുൾ ഫോം നിർബന്ധമായിട്ട് പഠിക്കുക, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഒന്ന് GIS, അടുത്ത GPS, അടുത്തായിട്ട് IRNSS. കിട്ടിയല്ലോ. അപ്പോൾ GPS എന്ന് പറയുമ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, IRNSS എന്ന് പറയുന്നത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് GISന്റെ ഫുൾ ഫോം എന്താ? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഫുൾ ഫോമുകൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോളണം. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ ഓപ്ഷനായിട്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത്: മീശപ്പുലിമല, ആനമുടി, ചെമ്പ്രമല, അതേപോലെ തന്നെ അഗസ്ത്യമല. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കി വെക്കുക. അത് ആനമുടി, 2695 മീറ്ററുള്ള ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് ഏതിനെ മനസ്സിലാക്കണം? ആനമുടി. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ആൻസർ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2640 മീറ്ററാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളോട് സാധാരണ PSC കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് PSC ആൻസർ കൊടുക്കാറുള്ളത് അത് അഗസ്ത്യമലയാണ്. മീശപ്പുലിമല ആൻസറിൽ ഉണ്ടാവാറില്ല, ഓപ്ഷനിൽ ഉണ്ടാവാറില്ല. ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുന്ന ആൻസർ? അഗസ്ത്യമലയിൽ. അപ്പോൾ അഗസ്ത്യമലയിലെ ഹൈറ്റും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, 1868 മീറ്റർ. അപ്പോൾ ഈ 3 കൊടുമുടികളും കേരളത്തിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുമുടികളാണ്. അഗസ്ത്യമല 1868 മീറ്റർ, മീശപ്പുലിമല 2640 മീറ്റർ, ആനമുടി 2695 മീറ്റർ. ഇത്രയും ഹൈറ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണേ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനമുടിയാണ്. അതേപോലെ തന്നെ ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനമുടിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആനമുടിയാണ്. ഇത്രയും പോയിന്റ്സുകളൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും PSC എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കുറച്ച് എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. 2025 കാലഘട്ടത്തിൽ PSC ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന് മുമ്പുള്ള വർഷങ്ങളും PSC ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷകളിലും ഈ കാര്യം തന്നെ ആവർത്തിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ കാര്യങ്ങളും കൺസെപ്റ്റുകളും നിർബന്ധമായിട്ട് പഠിച്ചുകൊള്ളുക. ഓക്കെ, താങ്ക്